ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് വന്ദേ ഭാരതിൽ കയറുക എന്നുള്ളത്. അതിനും വേണ്ടി ഒരു 10-20 ദിവസം മുന്നേ തന്നെ വന്ദേ ഭാരതിൽ ട്രിവാൻഡ്രത്തിലേക്കുള്ള ടിക്കറ്റും എടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഏറെ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് കണ്ണനും അമ്മയായിരുന്നു കേട്ടോ. അവർക്ക് ഈ വന്ദേ ഭാരത് എന്നിട്ട് എന്തോ വലിയ സംഭവം പോലെയാണ് അവർ നോക്കി നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 2 ഫാമിലി അഥവാ 6 പേരാണ് കുട്ടികളടക്കം ഉണ്ടായിരുന്നത് കേട്ടോ. ട്രിവാൻഡ്രത്തെ വെതറൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഇറങ്ങിയതാണെന്നും പറയാം. മാത്രമല്ല, കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഒരു ട്രിപ്പ് ആയിക്കോട്ടെ എന്നും വിചാരിച്ചു. അങ്ങനെ ട്രെയിനിനകത്ത് കയറിയിട്ട് സൈഡ് സീറ്റ് കിട്ടുന്നതായിരുന്നു പിന്നത്തെ ടാസ്ക്. അങ്ങനെ എനിക്കത് കിട്ടിയിട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത്ര നല്ല സീനറികളായിരുന്നു ആ ഒരു വിൻഡോയിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ അച്ഛനും മക്കളും കൂടി പൊരിഞ്ഞ അടിയാണ്. ഇതിനകത്ത് കയറിയപ്പോൾ തൊട്ട് കുട്ടിക്ക് വെള്ളം വേണം. എല്ലാ സീറ്റിൻ്റെ അടിയിലും ഓരോ ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടുമല്ലോ. ആമിക്കും വേണം ഒരെണ്ണം. അതിനും വേണ്ടിയിട്ടാണ് ആ കച്ചറ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പേട എടുത്ത് കഴിച്ചു. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഫുഡ് ഒഴിവാക്കിയിട്ടാട്ടോ ടിക്കറ്റ് എടുത്തത്. പിന്നെ ചായ വേണം തോന്നിയപ്പോൾ വേറെ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിലോ ഒരു പാക്കറ്റ് ചായപ്പൊടിയും പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തതും പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും ചൂട് വെള്ളം ഗ്ലാസ്സിലുമാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് ചായയാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അത് അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. കാരണം ആമിക്കൊക്കെ പറ്റിയൊരു ചായയായിരുന്നു. ഒരുപാട് കടുപ്പൊന്നുമില്ലാതെ ലൈറ്റായിട്ടുള്ളൊരു വേർഷൻ. 15 രൂപ എങ്ങാനുമാണ് ആ ഒരു ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബിസ്ക്കറ്റ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതായത് ഓട്സിൻ്റെ ബിസ്ക്കറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡയബറ്റിക്സിൻ്റെ. അങ്ങനെ ആ ചായയും ബിസ്ക്കറ്റും കൂടി തട്ടി വിട്ടു കുറച്ച് നേരം. അങ്ങനെ വയറിനെ ശാന്തിപ്പെടുത്തി. ഫുഡില്ലാത്ത ടിക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡെല്ലാം റെഡിയാക്കിയിട്ടാട്ടോ വന്നത്. അത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മളെ ചായ കൂടെയൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ കിട്ടിയ സർട്ടിഫിക്കറ്റ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. ചായൻ്റെ കൂടെ കിട്ടിയ വന്ദേ ഭാരതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലെയുള്ളത്. അങ്ങനെ ദാമി ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് യാത്രകൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തേക്കുള്ള വീഡിയോസും കാര്യങ്ങളും. അതായത് നേച്ചറിൻ്റെ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത്. ആമിയും കണ്ണനാണെങ്കിൽ പൊരിഞ്ഞ അടിയാണ്. കാരണം നമ്മൾ അവർക്ക് 2 പേർക്കും കൂടി ഒരു ടിക്കറ്റേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സീറ്റിനും വേണ്ടിയിട്ടാണ് അവർ അടി പിടിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഓരോ സീറ്റും അവർക്ക് 2 പേർക്കും കൂടി ഒരു സീറ്റ്. അങ്ങനെ പോയി ഇതാ നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റിലേക്ക് കേട്ടോ ഇപ്പം നമ്മൾ കിടക്കുന്നത്. നല്ല മഴ വരുന്ന പോലെയാണ് എനിക്ക് അന്നേരം ഫീൽ ചെയ്തത്. മഴ പെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തുന്നവരെ മഴ പെയ്തിട്ടില്ല കേട്ടോ. ആമിയും കണ്ണനും കൂടി കളിക്കുന്ന സീനാണ് ഈ കാണിക്കുന്നത്. കുട്ടികൾക്ക് നേരം പോകുന്നുണ്ട്. അവർ വളരെ എക്സൈറ്റഡ് ആണ്. മാത്രമല്ല AC കോച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കുക അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക തലവേദന, മൈഗ്രെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല കൂളായിട്ട് നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് ട്രാവൽ ചെയ്യാം. അങ്ങനെ ആമി ഇവിടെ ഒരു കമ്പനീനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ മുന്നിലിരിക്കുന്ന സീറ്റത്തെ കുട്ടീനായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട് ആമിക്കുട്ടി. ഇനി അങ്ങോട്ട് ട്രിവാൻഡ്രം എത്തിയാൽ പോകേണ്ട സ്ഥലങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് കേട്ടോ. ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കവർ ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ നമ്മുടെ ഇപ്പോഴത്തെ യാത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ അടുത്ത പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ടോ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള നേരമായിട്ടോ 3 മണിക്കാണ് നമ്മൾ ട്രിവാൻഡ്രം എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മണി നേരത്താണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ നെയ്ച്ചോറ് പൊതി കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കൂടെ സുധിയുടെ നല്ല അടിപൊളി ചിക്കൻ കറിയും തൈര് സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കോമ്പിനേഷനായിരുന്നു. പിന്നെ ആ ഒരു ആംബിയൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വിൻഡോ സൈഡിൽ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് വാഴേൻ്റെ പൊതിഞ്ഞു കൊണ്ടുവന്ന നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയും സാലഡും നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആമിക്കുട്ടി പിന്നെ പൊതുവേ അങ്ങനത്തെ നെയ്ച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് അവൾ ആ നേരത്ത് വേറെ എന്തൊക്കെയോ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വിശപ്പടക്കിട്ടോ. ട്രെയിനിൽ നിന്ന് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ ഒരു പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ആക്കാമെന്നുള്ള രീതിയിൽ ഫുഡില്ലാത്ത രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മാതിരിപ്പെട്ട യാത്രകളിലൊക്കെ എനിക്ക് ഫുഡാണ് ബുദ്ധിമുട്ടാവാറ്. എനിക്കത് വയറിന് പറ്റാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹോംലി ഫുഡ് തന്നെയാണ് നോക്കാറ്. പിന്നെ നാട്ടിൽ തന്നെയൊക്കെ ആകുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലും ഇതിലൊക്കെ പോയിട്ട് കഴിക്കാറുണ്ട്. യാത്രകളിൽ എപ്പോഴും വീട്ടിലത്തെ ഫുഡാണ് നന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറഞ്ഞ് ആമിക്കുട്ടി അടുത്ത
ഫ്രണ്ടിൻ്റെ സീറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരുന്നിട്ടാണ് വാചകടി. ആ കുട്ടിയുടെ പാരൻസിൻ്റെ അടുത്താണ് വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ആലപ്പുഴയൊക്കെ കഴിഞ്ഞതാ. അത്യാവശ്യം നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ. എനിക്കാണെങ്കിൽ സ്ഥലങ്ങളൊന്നും അത്യാവശ്യം അറിയില്ല. അതുപോലെ ഞാൻ ഈ ഒരു എന്താ പറയുക കുളവും കായലൊക്കെ കാണുമ്പോൾ ക്യാമറ എടുത്ത് പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. പറഞ്ഞ് നമ്മൾ ട്രിവാൻഡ്രം എത്തി. ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇന്ന് അങ്ങോട്ട് എത്തിയിട്ട് കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റത്തെ ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വന്ദേ ഭാരതിൽ ഉണ്ടായിരുന്ന എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. ഇത്രയും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ കട്ടയ്ക്കൊന്ന് കൂടുന്നോളും.